നമ്മുടെ ഹാപ്പിനെസ് തകർക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിച്ചേ പറ്റൂ. കാരണം അതാണ് സത്യം. അതായത് നമ്മൾ സ്വയം റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുക. അത് നമുക്ക് നമ്മളെ തന്നെ ഒരു വിലയില്ല. നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസും ഇല്ല. സെൽഫ് എസ്റ്റീം ഇല്ല, സെൽഫ് റെസ്പെക്റ്റ് ഇല്ല. ഇതൊരു പ്രശ്നമാണ്. അതേപോലെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാതിരിക്കുക. ദാറ്റ് മീൻസ് ചില കാര്യങ്ങൾ നമുക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ പഠിക്കുക. അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എനിക്ക് കടക്കാൻ പറ്റില്ല, എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്ന് പറയാൻ ഒരു ഒരു നാണക്കേട് വിചാരിക്കേണ്ട. അയ്യോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാനിങ്ങനെ ചെയ്തില്ലേ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെയാണ് അപകടം വരുത്തിയേക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, ക്വൈറ്റ് നോർമൽ. ഒരു പ്രശ്നവുമില്ല. ലോകത്ത് എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോർമൽ ആണെന്ന് സ്വയം മനസ്സിനെ വിശ്വസിപ്പിക്കുക. ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ ചില രീതിയിൽ മോശമായിട്ടൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വലിയ വില കൊടുക്കാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക. ചില സന്ദർഭങ്ങളിൽ പറയേണ്ടി വരും, എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണത് എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറയുക. കാരണം അവരുടെ കൾച്ചറും അവരുടെ നോളജും അനുസരിച്ചാണ് അവരത് ചെയ്യുന്നത്. നമുക്കത് പറ്റില്ലെങ്കിൽ നമ്മളത് തുറന്നു പറയണം. അപ്പോഴാണ് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുള്ളവരായിട്ട് മാറുന്നുള്ളൂ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹാപ്പി. നമ്മളെ ഒരിക്കലും അൺഹാപ്പി ആക്കില്ല, ഉറപ്പ്. ബി ഹാപ്പി ഓൾവേസ്.